അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ വഴിമുട്ടി. മുന്നണിയിൽ അസോസിയേറ്റ് അംഗമായി പരിഗണിക്കാമെന്ന UDF യോഗത്തിന് നിർദ്ദേശം PV അൻവർ അംഗീകരിക്കാൻ വഴിയില്ല. മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിപ്പറഞ്ഞ നിലപാട് അൻവർ തിരുത്തണമെന്നും കഴിഞ്ഞ ദിവസത്തെ UDF യോഗം തീരുമാനിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ UDF കൺവീനർ അടൂർ പ്രകാശ് അൻവറിനെ അറിയിച്ചു. എന്നാൽ പൂർണ്ണമായും ഘടകകക്ഷിയാക്കണമെന്ന നിലപാടിലാണ് PV അൻവർ ഉള്ളത്. അതേസമയം തർക്കങ്ങൾക്കിടയിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി കൂടിയുണ്ട്. നൃപൻ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ അൻവറിന്റെ വിഷയത്തിൽ വരെ UDF-ൽ വളരെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു, ഭിന്നതയുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നത്തെ ആര്യാടൻ ഷൗക്കത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം എന്നതുകൂടിയുണ്ട്. അൻവർ UDF-ന് ഒരു കല്ലുകടിയാവുന്നില്ലേ? വർഷ, പലതരത്തിലുള്ള അനിശ്ചിതത്വം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇക്കാര്യത്തിൽ നേരത്തെ വച്ച PV അൻവർ മുന്നോട്ട് വച്ച UDF-ന്റെ ഘടകകക്ഷി എന്ന നിലപാട് ഇപ്പോഴും UDF അംഗീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസോസിയേറ്റ് അംഗമായി UDF-ൽ ഉൾപ്പെടുത്താം എന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം ഓൺലൈനായി ചേർന്ന UDF-ന്റെ യോഗവും തീരുമാനമെടുത്തത്. ഇക്കാര്യത്തിൽ അത് അംഗീകരിക്കാൻ PV അൻവർ എപ്പോഴും തയ്യാറായിട്ടില്ല. അത് അനുസരിച്ചുള്ള ചർച്ചകളാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെ വരെ നടന്നത്. കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും നേരത്തെ ചേർന്ന് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് അവർ എടുത്തിരുന്നു. നേരിട്ടുള്ള ചർച്ചകൾ, അതിൽ UDF-ന്റെ ഘടകകക്ഷിയായി തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തെ ഘടകത്തെ ഉൾപ്പെടുത്തുക എന്നതാണ് PV അൻവർ മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ ദിവസത്തെ UDF യോഗത്തിൽ ഉയർന്ന വലിയ തരത്തിലുള്ള വിമർശനം PV അൻവറിനെതിരെ ഉണ്ടായിരുന്നു. പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ശേഷം മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ PV അൻവർ പരസ്യമായി രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടത് പരസ്യമായി കാര്യങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആദ്യ ദിവസത്തെ പ്രസ്താവന തള്ളിപ്പറയുകയും UDF-ന്റെ സ്ഥാനാർത്ഥിയെ ആദ്യം അംഗീകരിക്കുകയും വേണം, അതിനുശേഷം മാത്രമാണ് ചർച്ചകൾ എന്ന തരത്തിലുള്ള നിലപാടാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസത്തെ UDF യോഗത്തിലും നിലപാടെടുത്തത്. ഒപ്പം തന്നെ വിവിധ ഘടകകക്ഷി ഫോർവേഡ് ബ്ലോക്ക് അടക്കമുള്ള ഘടകകക്ഷി നേതാക്കൾ അതിരൂക്ഷമായ വിമർശനം PV അൻവറിനെതിരെ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് UDF തത്വത്തിലൊരു ധാരണ എത്തിയത്. അസോസിയേറ്റ് അംഗമായി UDF-ൽ PV അൻവറിന്റെ പാർട്ടിയെ ഉൾപ്പെടുത്താം. ഒപ്പം തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ച ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF-ന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുകയും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കാനും PV അൻവർ ആദ്യഘട്ടത്തിൽ തയ്യാറാകണം. ഇതിനു ശേഷമായിരിക്കും അടുത്ത ചർച്ചകളിലേക്ക് പോകുക എന്നതാണ്. പക്ഷേ ആ ചർച്ചകൾ ആ നിലയ്ക്ക് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പോൾ PV അൻവർ എന്ന നേതാവ് ഈ അസോസിയേറ്റ് ഘടകകക്ഷി എന്ന നിലപാട് സ്വീകരിക്കുമോ എന്നത് ഒറ്റ ചോദ്യം. മറ്റൊന്ന്, ആര്യാടൻ ഷൗക്കത്ത് എന്ന നേതാവിനെതിരെ കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ച ശേഷം നടത്തിയ പ്രസ്താവന തിരുത്തി അദ്ദേഹം ഈ പ്രസ്താവന നടത്തുമോ, മാധ്യമങ്ങളിൽ പ്രതികരിക്കുമെന്ന കാര്യം. ഈ രണ്ട് കാര്യങ്ങളിൽ ആര് വിട്ടുവീഴ്ച നടത്തുമെന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പലതരത്തിലുള്ള അനുനയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ ചർച്ചകൾ മുന്നോട്ട് പോകുന്നില്ല. ഇക്കാര്യങ്ങളിൽ ഘടകകക്ഷിയായി തന്നെ പരിഗണിച്ചില്ല എങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്തി ശക്തമായി മത്സരരംഗത്തേക്ക് പോകുമെന്ന നിലപാട് അൻവർ വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇനി തീരുമാനം വരേണ്ടത് അൻവറിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി PV അൻവർ അകത്ത് ആശയവിനിമയം നടത്തുന്നു. PV അൻവറിൻ്റെ വസതിക്ക് മുന്നിൽ, ഒതായിലെ വസതിക്ക് മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അല്പം നിമിഷങ്ങൾക്കകം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളെ കാണുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കും? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ പറയാനില്ല, വീണ്ടും ചർച്ചകൾ തുടരുന്നു, ഒരു പകൽ കൂടി കാത്തിരിക്കാം എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി എന്താണ് നിലപാട് PV അൻവർ സ്വീകരിക്കുന്നതെന്ന് ഏറെ നിർണായകമാണ്. പക്ഷേ കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിലെ നിലപാടിൽ നിന്നും ഒട്ടും അയയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അസോസിയേറ്റ് അംഗമായി UDF-ൽ ഉൾപ്പെടുത്താം. മറ്റൊരു കാര്യം, കോൺഗ്രസിൻ്റെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പരസ്യമായി അംഗീകരിച്ചുകൊണ്ടും സ്ഥാനാർത്ഥിക്കൊപ്പമാണ് എന്ന നിലപാട് PV അൻവർ പരസ്യമായി സ്വീകരിക്കണം എന്ന രണ്ട് ഡിമാൻഡിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഡിമാൻഡിന് ഒപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ അസോസിയേറ്റ് അംഗമായി തന്നെ പരിഗണിച്ചാൽ UDF സഹകരിക്കാനും ഇത് തിരുത്താനുമുള്ള മാനസികാവസ്ഥയിലേക്ക് PV അൻവർ വരുമോ എന്നതാണ് അടുത്ത ചോദ്യം. അതുകൊണ്ട് ഈ നിർണായകമായ യോഗങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം അല്പം നിമിഷങ്ങൾക്ക് മാധ്യമങ്ങളെ കാണും. മറ്റൊന്ന്, ഈ തർക്കങ്ങൾക്കിടയിലാണ് ഇന്ന് ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ചന്തമുക്കിൽ, അതായത് നിലമ്പൂർ ടൗണിൽ നിന്ന് ചന്തമുക്ക് വരെ പ്രകടനമായി അവിടെ എത്തിയ ശേഷമായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. UDF സംബന്ധിച്ച് നേരത്തെ വർഷം സൂചിപ്പിച്ചതുപോലെ M സ്വരാജ് എന്ന കരുത്തനായ ആളാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്രതീക്ഷിതമായി UDF ക്യാമ്പിനും അത് സ്വാഭാവികമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാക്കി. അത് അനുസരിച്ചുള്ള അനുനയ നീക്കങ്ങൾ അൻവറിൻ്റെ ഭാഗത്ത് അൻവറിനോട് UDF നേതാക്കൾ നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളോട് പുറത്തു വരുന്നു. അതുകൊണ്ട് ഇനിയുള്ള ഓരോ മണിക്കൂറിലെ തീരുമാനങ്ങളും ഇക്കാര്യത്തിൽ നിർണായകമായി മാറുകയും ചെയ്യും. വർഷം.
ശരി, നിർവൻ UDF-ലെ അസോസിയേറ്റ് അംഗമാക്കാം എന്നുള്ളതാണ് PV അൻവറിന് ഐക്യ കോൺഗ്രസിന്റെ നിലപാട്. അസോസിയേറ്റ് അംഗമാവാൻ PV അൻവർ തയ്യാറാകുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയാണ്. ഒപ്പം UDF പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ സ്ഥാനാർത്ഥിയെ PV അൻവർ അംഗീകരിക്കണം എന്നതുകൂടിയുണ്ട്. വിവരങ്ങളാണ് നിർബൻ ചക്രവർത്തി നൽകിയത്.